സുഹൃത്തുക്കളെ, ഇതൊരമ്മയും മകനും തമ്മിലുള്ള ഊഷ്മളമായ സ്നേഹബന്ധത്തിന്റെ കഥയാണ്. പാലക്കാട് അനക്കമറ്റ് കിടക്കുന്ന രജവീരൻ ചാത്തപുരം ബാബുവിന്റെ കൊമ്പും പിടിച്ച് നീ പോയിട്ടിയേ കണ്ണ എന്ന് ജയശ്രീ മാമി കരയുകയാണ്. ആനയും പാപ്പാനും എന്ന പോലല്ല, അമ്മയും മകനും എന്നതുപോലെയായിരുന്നു കിരുവിലും. ഉത്സവപ്പറമ്പുകളിൽ ജയശ്രീയുടെ പിന്നാലെ തലയാട്ടി അനുസരണയോടെ പോകുന്ന ബാബു കൗതുക കാഴ്ചയായി. ശനിയാഴ്ചയെ കരിഞ്ഞ ബാബുവിന് 52 വയസ്സാണ് കണക്കാക്കുന്നത്. കൽപ്പാത്തി ചാത്തപുരം ഗ്രാമത്തിലെ പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിനടുത്ത് നാരായണയ്യർക്ക് 5 ആനകൾ വരെ ഉണ്ടായിരുന്നു. 98-ലാണ് അസമിൽ നിന്ന് ബാബുവിനെ വീട്ടിലെത്തിയത്. സ്വാമിക്കും ഭാര്യയ്ക്കും 3 പെൺമക്കൾക്കും ആനകൾ വീട്ടിലെ അംഗങ്ങളെ പോലെയായിരുന്നു. അച്ഛനും അമ്മയും മരിച്ചതോടെ ജയശ്രീ ആനയുടെ ചുമതല ഏറ്റെടുത്തു. അതോടെ ജയശ്രീ എന്ന പെൺപാപ്പാൻ പറഞ്ഞു. ഒരു കുഞ്ഞിനെ പോലെയാണ് ബാബുവിനെ നോക്കിയിരുന്നത്. തീറ്റയും വെള്ളവും കൊടുക്കുന്നത് മുതൽ എല്ലാ കാര്യത്തിലും ജയശ്രീ ഒപ്പം വേണം. അതപ്പാടകാലത്ത് മറ്റാ പാപ്പാന്മാരെ അടുപ്പിക്കില്ലെങ്കിലും ബാബുവിന് ജയശ്രീ ഭക്ഷണം നൽകി. ഉത്സവപ്പറമ്പുകളിൽ അനുസരണക്കേട് കാണിക്കുന്ന ബാബു പലപ്പോഴും ജയശ്രീയുടെ സാന്നിധ്യം അറിഞ്ഞാൽ ശാന്തനാകുമായിരുന്നു. 50 അടി ഉയരമുണ്ടായിരുന്ന തികഞ്ഞ ലക്ഷണങ്ങളുള്ള കൊമ്പനായ ചാത്തപുരം ബാബു ഉത്സവങ്ങളിലെ ഇഷ്ട സാന്നിധ്യമായിരുന്നുവെന്ന് ആനപ്രേമി സംഘടനാ നേതാവ് ഹരിദാസ് മച്ചിങ്ങൽ പറഞ്ഞു. വാതരോഗം മൂലമാണ് ഗജരാജൻ ചരിഞ്ഞത്. കേരളത്തിൽ